ഹായ് ഓൾ. നമ്മളപ്പോൾ നോക്കാൻ പോകുന്ന 2023 നടന്ന ടൈപ്പിസ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷനാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഇതിപ്പോൾ 60ാമത്തെ ക്വസ്റ്റ്യനായി. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് നിങ്ങൾ ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ മതി. രണ്ടാമത്തെ സെറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ സെറ്റ് 2015 100 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റിൽ 60ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുക, അത് പോയി കാണുക. ഇനി നോട്ട്സ് ആയിട്ട് വേണ്ടവർക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ഡെയിലി നോട്ട്സും സിലബസ് വൈസ് ആയിട്ടുള്ള നോട്ട്സും ടെലഗ്രാമിൽ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് 60ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Whenever the shift key is pressed, the impression of dash characters will be gone. Whenever the shift key is pressed, the impression of dash characters will be got. Option lowercase, uppercase, both A and B, none of this. അതായത് ഷിഫ്റ്റ് കീയിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇംപ്രഷൻ കിട്ടും. അത് ഏത് ഇംപ്രഷനാണ് കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അപ്പർ കേസാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരു വലിയൊരു പാസേജാണ്. ആ പാസേജ് തന്നിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് വലിയൊരു പാസേജ് ആയത് എന്തായാലും എളുപ്പമായിരിക്കുമല്ലോ. അതിൻ്റെ ഈ ഒരു പാസേജും ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ഞാനൊരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മുടെ ടെലഗ്രാമിൽ ഇട്ട് തരാം. അതിലൊന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ജസ്റ്റ് ഒന്ന് വായിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക, അതിൻ്റെ ആൻസർ നോക്കുക. അത്രേ ഉള്ളത്. എളുപ്പമായിട്ട് ഞാനത് പറയുന്നില്ല. ഒരു 3-4 ക്വസ്റ്റ്യൻ വിടുന്നു. നമുക്ക് അടുത്തൊരു പാട്ടിലോട്ട് കിടക്കാം. 64ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഇട്ട് തരുന്നതായിരിക്കും ടെലഗ്രാമിൽ. 65ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Select the most appropriate option to substitute the underlined segment in the given sentence. If no substitution is required, select no improvement. I have read quite number of books. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അണ്ടർലൈൻ ചെയ്തേക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ എന്താണ് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യമെങ്കിൽ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണ് ഓപ്ഷൻ എന്നോ തിരഞ്ഞെടുക്കുക. ഇനി അതൊന്നുമല്ല, ഇതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു അണ്ടർലൈൻ ചെയ്തേക്കുന്ന വേർഡിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമില്ലെങ്കിൽ എന്ത് സെലക്ട് ചെയ്യണം? നോ ഇംപ്രൂവ്മെൻ്റ് എന്ന് സെലക്ട് ചെയ്യണം. ഇതാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്, ആ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. അതിൽ എന്താണ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഐ ഹാവ് റീഡ് quite number of books. Option A, quite a number of. Option B, a quite number of. Option C, quite a number of. Option D, no replacement. ഒന്നും കൂടെ ഓപ്ഷൻ നോക്കാം. quite a number of, a quite number of, quite a number of, no replacement. അതിൽ ഓപ്ഷൻ എ പറയുന്നത് QUIET ക്വിറ്റും, ഓപ്ഷൻ സി എന്ന് പറയുന്നത് QUIT ആണ്, ക്വിറ്റ്. അങ്ങനെയാണ് ഉച്ചരിക്കുമ്പോൾ സെയിം വന്നാലും രണ്ടും സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, ക്വിറ്റ് എ നമ്പർ ഓഫ് ആണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. അണ്ടർലൈൻ ചെയ്ത ഇഡിയത്തിൻ്റെ കറക്റ്റ് മീനിങ് എന്താണെന്നാണ്. അതിൽ എന്താണ് സെൻറ്റൻസ് എന്ന് നോക്കാം. വെൻ ദ മ്യൂസിക് വാസ് പ്ലേഡ് ദ ഓഡിയൻസ് വാസ് ഓൾ ഇയേഴ്സ്. വെൻ ദ മ്യൂസിക് വാസ് പ്ലേഡ് ദ ഓഡിയൻസ് വാസ് ഓൾ ഇയേഴ്സ്. ഓപ്ഷൻ നോട്ട് ലിസണിങ്, ലിസൺ ചെയ്യുന്നില്ല, നോട്ട് ലിസണിങ്. ടോക്കിംഗ് ഓൾ ദ ടൈം, ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക, ടോക്കിംഗ് ഓൾ ദ ടൈം. പെർഫെക്റ്റ്ലി അറ്റൻറ്റീവ്, പെർഫെക്റ്റായിട്ട് അറ്റൻറ്റീവ് ആയിരുന്നു, പെർഫെക്റ്റ്ലി അറ്റൻറ്റീവ്. പാർഷ്യലി അറ്റൻറ്റീവ്, പാർഷ്യലായിട്ട് അറ്റൻഡ് ചെയ്തു, പാർഷ്യലി അറ്റൻറ്റീവ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതും ആൻസറും ഓപ്ഷൻ സി, പെർഫെക്റ്റ്ലി
അറ്റൻറ്റീവ് ആണ്. പെർഫെക്റ്റ്ലി അറ്റൻറ്റീവ്. വെൻ ദ മ്യൂസിക് വാസ് പ്ലേഡ് ദ ഓഡിയൻസ് വാസ് ഓൾ ഇയേഴ്സ് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ഓഡിയൻസ് അറ്റൻഡ് ചെയ്തിരുന്നു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. 67ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ദെയർ ആർ 3 ബ്ലാങ്ക്സ്. അപ്പം അവിടെ ഒരു സെൻറ്റൻസ് കിടപ്പുണ്ട്, ഒരു 3 ബ്ലാങ്ക്സും ഉണ്ട്. ഈച്ച് ബ്ലാങ്ക് ഹാസ് ടു ഫിൽഡ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ ഓരോ ഇത് ഫില്ല് ചെയ്യേണ്ടത് അതിന് അനുയോജ്യമായിട്ടുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഹാസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സെറ്റ് ഓഫ് ആർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കറക്റ്റ്ലി. അതിൽ ഏത് ആർട്ടിക്കിളാണ് കറക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള നോക്കി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഐ മെറ്റ് ഡാഷ് യൂണിവേഴ്സിറ്റി. ഐ മെറ്റ് ഡാഷ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ഓൺ ഡാഷ് വേ ടു ബൈ ഡാഷ് ഇറ്റാലിയൻ പിസ്സ. ഐ മെറ്റ് ഡാഷ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ഓൺ ഡാഷ് വേ ടു ബൈ ഡാഷ് ഇറ്റാലിയൻ പിസ്സ. ഓപ്ഷൻ എ ദ ആൻഡ് എ ആൻഡ് എ ദ. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി ആൻഡ് ദ. ഓപ്ഷൻ ഡി എ ദ ആൻഡ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഐ മെറ്റ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ഓൺ ദ വേ ടു ബൈ ആൻ ഇറ്റാലിയൻ പിസ്സ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 68ാമത്തെ ക്വസ്റ്റ്യൻ. യൂസ് ദ അപ്രോപ്രിയേറ്റ് പ്രപ്പോസിഷൻ. അതിന് അനുയോജ്യമായിട്ടുള്ള പ്രപ്പോസിഷൻ നോക്കുക. വി ഷുഡ് അബ്സ്റ്റെയിൻ ഡാഷ് ഇൻസൾട്ടിങ് അതേഴ്സ്. വി ഷുഡ് അബ്സ്റ്റെയിൻ ഡാഷ് ഇൻസൾട്ടിങ് അതേഴ്സ്. ഓപ്ഷൻ ഇൻ. ഓപ്ഷൻ ബി ഫ്രം. ഓപ്ഷൻ സി ഓഫ്. ഓപ്ഷൻ ഡി ഓൺ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫ്രം ആണ്. വി ഷുഡ് അബ്സ്റ്റെയിൻ ഫ്രം ഇൻസൾട്ടിങ് അതേഴ്സ് എന്നാണ് വരുന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതായത് താഴെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ആ ഒരു സെൻറ്റൻസിന് പറ്റിയിട്ടുള്ള ഒറ്റ വേർഡ് ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പം നമുക്ക് ആ സെൻറ്റൻസ് വായിച്ച് നോക്കാം. ജസ്റ്റ് ബിഗൻ ആൻഡ് നോട്ട് സോ ഫുള്ളി ഫോംഡ് ഓർ ഡെവലപ്ഡ്. അതായത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ ഫുള്ളായിട്ട് ഫോം ചെയ്തിട്ടില്ല, അതായത് പാർഷ്യലി ഫോം ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ഇത് വരുന്ന ഒരു വൺ വേർഡ് ഏതാണെന്നാണ്. ഓപ്ഷൻ നോക്കാം. ഇൻകോഹറൻറ്റ്. ഓപ്ഷൻ ബി ഇൻക്വയറ്റ്. ഓപ്ഷൻ സി ഇൻക്വയർ. ഓപ്ഷൻ ഡി ഇനാക്കുളേറ്റ്. ഓപ്ഷൻ എ ഇൻകോഹറൻറ്റ്. ഓപ്ഷൻ ബി ഇൻക്വയറ്റ്. ഓപ്ഷൻ സി ഇൻക്വയർ. ഓപ്ഷൻ ഡി ഇനോക്കുലേറ്റ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇൻക്വയറ്റ്. അതായത് ജസ്റ്റ് ബിഗൻ ആൻഡ് നോട്ട് സോ ഫുള്ളി ഫോംഡ് ഓർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞ ഒരു മീനിങ് വരുന്നത് ഇനാക്വേറ്റ് തന്നെയാണ്. ഓപ്ഷൻ ബി ആണ്.